രണ്ടുപേരും ഒത്തിരി ഇഷ്ടമാണ്. മലയാളികളുടെ മനസ്സിൽ രണ്ടുപേരും ആഴത്തിൽ നല്ല നല്ല കഥാപാത്രങ്ങൾ തന്നെ. പിന്നെ രേവതി മാമിനെ കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല അല്ലേ? നമ്മൾ രണ്ടും ഒരേപോലെ കൈ കൊണ്ട് നിൽക്കില്ലേ? നമ്മളൊക്കെ കണ്ടു വളർന്നതാണ്. നമ്മളൊക്കെ കണ്ടു വളർന്നതാണ്. കുറേ നമ്മൾ കണ്ടിട്ട് ഇപ്പോൾ വലിയൊരു സബ്ജക്റ്റാണ് വരുന്നത് അല്ലേ? ഒരു റേപ്പ് ചെയ്ത 80 പേർ, അസി എന്ന് പറയുമ്പോൾ 80 എന്ന് മലയാളത്തിൽ പറയുന്നു അർത്ഥം വയ്ക്കുന്ന വാക്ക്. അതിൽ നീതിക്ക് വേണ്ടി പോരാടുന്ന ഒരു ഇര, നീതി നടപ്പാക്കേണ്ട ജഡ്ജ്. ഈ കഥ വന്നപ്പോൾ, ഈ കഥ കേട്ട് കഴിഞ്ഞ് നിങ്ങൾ രണ്ടുപേരും ഒരു തീരുമാനമെടുക്കുമ്പോൾ ഈ സിനിമ നമുക്ക് ചെയ്യാം എന്നൊരു തീരുമാനം എടുക്കണം, ആദ്യത്തെ പോസിറ്റീവ് എന്തായിരുന്നു രേവതിമ? അനുഭവ് സിൻഹ എൻ്റെ അടുത്ത് പറഞ്ഞത്, ഞങ്ങൾ ആക്ച്വലി പേഴ്സണലി ഒരു മീറ്റിങ്ങിലാണ് ഞങ്ങൾ കണ്ടുമുട്ടിയത്. പറഞ്ഞപ്പോൾ ഈ സെഡ് ഇങ്ങനത്തെ പല കാര്യങ്ങൾ നമ്മൾ ദിവസം പേപ്പറിൽ അറ്റ്ലീസ്റ്റ് ഒരു ന്യൂസ് കാണുന്നുണ്ട്, ഒന്നിൻ്റെ മേലെ ചില ദിവസങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത്, ഒരാളുടെ മനസ്സ് എങ്ങനെയാണ് ഇത് ഒരാൾക്ക് സാധിക്കുന്നത്, ഇങ്ങനെ ഒരു കൊച്ചിനെയോ പെണ്ണിനെയോ വാട്ട് എവർ യുനോ പീഡിപ്പിക്കാൻ എങ്ങനെയാണ് സാധിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ കംപ്ലീറ്റ് ഇത് ഞാനിങ്ങനെ ഐ ആം സെർച്ചിങ്, ഐ എം ലുക്കിംഗ്, ഐ എം ട്രൈങ് ടു പുട്ട് സർട്ടൻ തിങ്സ് ടുഗെദർ. എൻ്റെ അടുത്ത് ഇപ്പോൾ കഥയില്ല, പക്ഷേ ഇതാണ് എൻ്റെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ലെറ്റ് മീ നോ വെൻ ദ സ്ക്രിപ്റ്റ് ഇസ് ഓവർ ആൻഡ് ഐ വിൽ ഡു ഇറ്റ്, ഐ വിൽ ബി പാർട്ട് ഓഫ് ഇറ്റ്. പക്ഷേ എനിക്കൊരു നല്ല ഒരു വെറുതെ വന്നു പോവാതെ എന്തെങ്കിലും. ഈ സെഡ് ഓഫ് കോഴ്സ് 4-5 മാസം കഴിഞ്ഞിട്ടാണ് പിന്നെയും എന്നെ പുള്ളി വിളിക്കുന്നത്. അദ്ദേഹം വിളിച്ചപ്പോൾ ഹി ടോൾഡ് മീ ദിസ് ഇസ് വാട്ട് ഇറ്റ് ഇസ്. ആൻഡ് എനിക്ക് ഈ ജഡ്ജിൻ്റെ ക്യാരക്ടർ ഒരുപാട് ഇഷ്ടമായി. ബിക്കോസ് അവിടെ ആണല്ലോ പ്രശ്നങ്ങൾ. ബിക്കോസ് ഇവിടെ മനസ്സുകൊണ്ട് നമുക്കൊരു ജഡ്ജ്മെൻറ്റ് കൊടുക്കാൻ പറ്റില്ല. എവ്രിതിങ് ഇസ് ബേസ്ഡ് ഓൺ എവിഡൻസ്. സോ ഞാൻ ജഡ്ജിൻ്റെ റോൾ ചെയ്തിട്ടില്ല, പക്ഷേ ഈ പടത്തിൻ്റെ ഭാഗമാവുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. ബിക്കോസ് ഇറ്റ്സ് എ വെരി വെൽ റിട്ടൺ സ്ക്രിപ്റ്റ്. പക്ഷേ ഇത് ഇഷ്ടമായിരുന്നു ഒരു റിസ്ക്കാണ്. ഈ ജഡ്ജ് ഒരു റിസ്ക്കാണ്. കാരണം നമ്മൾ ജഡ്ജിൽ നിന്നും പലതും കേൾക്കുന്നു, പലതും കാണുന്നു, പക്ഷെ എല്ലാം തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ രേവതി മാം എന്ന വ്യക്തിക്ക് ഇതൊരു ചലഞ്ചായിരുന്നു എന്ന് ഞാൻ സ്വയം പറഞ്ഞാൽ അത് തെറ്റുമോ, എനിക്ക് ശരിയാവും? കറക്റ്റാണ്, ഒരു ചാലഞ്ചിങ് ആയിരുന്നു. ബിക്കോസ് ഈ ഒരു കോർട്ട് എന്ന സിനാരിയോ അനുഭവ് സിൻഹ ചെയ്തിട്ടുള്ളത് ഭയങ്കര റിയലിസ്റ്റിക് കോർട്ട് സിനാരിയോ ആണ്. നമ്മൾ എൻ്റെ 1-2 പടങ്ങൾക്ക് വേണ്ടി ഞാൻ റിസർച്ച് ചെയ്യാൻ കോർട്ടിൽ പോയിട്ട് കോർട്ട് കേസസ് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ എടുത്തിട്ടുണ്ട്. ഒരു സെഷൻസ് കോർട്ടിൽ, ഒരു മജിസ്ട്രേറ്റ് കോർട്ടിലൊക്കെ നടക്കുന്ന കാര്യങ്ങൾ അതേപോലെ അവിടെ നിന്ന് ഇവിടെ നിന്ന് സംസാരിക്കുന്നതും ഡ്രാമാറ്റിക്സും ഒന്നുമില്ല. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുള്ളി ഡൺ. സോ എനിക്ക് അതും ചാലഞ്ചിങ് ആയിട്ട് തോന്നി. ബിക്കോസ് ഇതിൽ ജഡ്ജിന് ഒരുപാട് പറയാനുണ്ട്. ബിക്കോസ് റിയാലിറ്റിയിൽ ദ ജഡ്ജ് ഇസ് കോൺസ്റ്റൻ്റ്ലി ടോക്കിംഗ് ടു ദ ലോയേഴ്സ്. അത് പറഞ്ഞിട്ട് മാറ്റിയേക്ക്, ഇത് ചെയ്യും, ഇങ്ങനെയാണ്. ഇറ്റ് ഈസ് നോട്ട് ബൈ ദ വേ വലിയ ലോഡ്, അങ്ങനെയൊന്നുമില്ല. സാധാരണ മനുഷ്യന്മാർ, പക്ഷേ അവർക്കായ ചില തീരുമാനങ്ങളുണ്ട്. ആ തീരുമാനം എടുക്കുന്നത് ഒരു ഭയങ്കര റെസ്പോൺസിബിലിറ്റി ഉള്ള ഷോൾഡേഴ്സിലാണ്. സോ ആൻഡ് ഐ ലവ്ഡ് ദ വേ ഈ സീൻസ് എഴുതിയ ആ രീതി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതുകൊണ്ട് ഐ ഫെൽറ്റ് ഹാപ്പി ഡൂയിങ് ഇറ്റ്. തീർച്ചയായിട്ടും ഒരു മലയാളിയായിട്ടും കൂടെ അതിനകത്ത് വരുന്നുണ്ട്. ഡ്രൈവറിന് മലയാളം സംഭാഷണം നടത്തുന്നത്. ഇവിടുന്ന് ചേക്കേറി മുംബൈയിലേക്ക് പോയതായിരിക്കും ഞാൻ കണക്ക് കൂട്ടുന്നു. അവിടെ വെച്ചാണ് നമുക്ക് അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. അനുഭവത്തിൽ നിന്ന് പോരാടുക അല്ലേ, നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്. പല കടമ്പകൾ കടന്നിട്ടുണ്ടാകും. ഈ ഒരു വേഷം നമ്മൾ ഇതിലും വലിയ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്, കയ്യടി വാങ്ങിയിട്ടുണ്ട്, ജനപ്രിയം മേടിച്ചിട്ടുണ്ട്, അവാർഡുകൾ വാങ്ങിയിട്ടുണ്ട്. അതിനും അപ്പുറത്തേക്കാണ് ഈ സിനിമ പറഞ്ഞു വയ്ക്കുന്നത്. ഇതൊരു റിസ്ക് ആയിരുന്നു. ഇത് ചെയ്യുമ്പോൾ റിസ്ക് ഉണ്ടോ? പലതും പല റിസ്ക്കാണ്. ഈ സബ്ജക്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെയുള്ള റിസ്ക് ഈ കഥാപാത്രം? അതെ, എന്ത് തരം റിസ്ക് ആണ് ഒരു നടി എന്നുള്ള നിലയിൽ? ഞാനിപ്പോൾ എന്താ കുട്ടിക്കാലത്ത് നാടകങ്ങൾ കളിക്കുമ്പോഴും നമ്മൾ
റേപ്പ് സർവൈവേഴ്സിൻ്റെ ഒക്കെ സബ്ജക്റ്റ് ചെയ്തിട്ടുണ്ട് ചില തെരുവ് നാടകത്തിലൊക്കെ. അപ്പം എപ്പോഴും ചെയ്യുമ്പോൾ ഞാൻ നടി എന്നുള്ള നിലയിൽ ഈ ഒരു സബ്ജക്റ്റിനെ പറ്റിയിട്ട് ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ചെയ്യുമ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, അത് ചെയ്യണോ വേണ്ടേ എന്നും ചിന്തിക്കാറുണ്ട്. അതിനൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് സംസാരിക്കേണ്ട സബ്ജക്റ്റാണെന്ന് പറയുമ്പോഴും ഇങ്ങനെ ഒരു സബ്ജക്റ്റ് കാണുമ്പോൾ ട്രിഗർ ഉണ്ടാവുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇത് സിനിമയായിട്ട് എടുക്കണോ അങ്ങനെ ഞാൻ ആലോചിക്കാറുണ്ട്. ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ചിലപ്പോൾ ഇത് കേൾക്കണ്ട എന്ന് തോന്നും, പക്ഷെ അത് പറയാതിരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പം അതപ്പം ട്രിഗർ ആവുന്ന ആൾക്കാരുണ്ടോ, ഇങ്ങനെയൊക്കെ ഓരോ ചോദ്യങ്ങൾ ആ രീതിയിലുണ്ട്. അല്ലാതെ എന്താണ് എക്സാക്ട് റിസ്ക് ഉദ്ദേശം എനിക്ക് മനസ്സിലായില്ല. പക്ഷെ നമ്മളൊരു ഒരു സർവൈവർ അവർ ഇങ്ങനെ ഒരു കേസ് കൊടുക്കാൻ തീരുമാനിച്ച് സ്റ്റാൻഡ് ചെയ്യുമ്പോൾ അവരുടെ ഫാമിലിയും ഒക്കെ ചുറ്റുപാടും പിന്നെ സിസ്റ്റം അവരുടെ ജോലി അതെല്ലാം ചേർന്ന് ചേർന്ന് അവർ എന്തായാലും ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ച് പോകുമ്പോൾ അവരൊരു പക്ഷേ കടന്നു പോകുന്നത് നമ്മൾ ദൂരെ നിന്ന് അല്ലെങ്കിൽ ഒരു എന്താ പറയുക പത്രത്തിലൊരു കാര്യം വായിക്കുമ്പോൾ എപ്പോഴും അതിൻ്റെ എല്ലാ നുവാൻസ് ആലോചിച്ച് പോകണം എന്നില്ല. അപ്പം നടീന്നുള്ള നിലയിൽ അത് അഭിനയിക്കാൻ പോകുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ അടുത്തത് അറിയാൻ പറ്റും. അതൊരു റിസ്ക് അങ്ങനെയല്ല. ആ വാക്ക് ഉപയോഗിച്ചാൽ എനിക്കത് മനസ്സിലാവുന്നില്ല എന്ന് തോന്നുന്നു. പക്ഷെ ഞാൻ അങ്ങനെയാണ് അതിനെ ആലോചിക്കുന്നത്. നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ടല്ലേ, നമ്മൾ സ്വയം കേസിന് പോവുകയാണ്. നമ്മുടെ ജീവിതാനുഭവം അല്ല, സിനിമ ഇങ്ങനെ ജീവിതത്തിൽ അനുഭവിച്ച ഒത്തിരി ആളുകളുണ്ടാവും. അവരൊറ്റപ്പെട്ടു പോകുന്നു സമൂഹത്തിൽ. അതൊരു റിസ്ക് അല്ലേ? നമ്മളിത് അഭിനയിച്ചുകൊണ്ട് ഇനിയും ആളുകൾക്ക് ഇനി അടുത്തൊരു കേസ് കൊടുക്കാൻ പോകുമ്പോൾ അവർ ചിന്തിക്കില്ലേ ഇത് വേണമോ വേണ്ടോ, അങ്ങനെ ഒരു റിസ്ക് മനസ്സിൽ തോന്നിയോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതല്ലെങ്കിൽ തന്നെ അത് സിനിമയായിട്ടൊരു ബന്ധമില്ലല്ലോ. നമ്മുടെ റിയാലിറ്റി നമ്മളെ സിനിമ ഒരു മാധ്യമമാണല്ലോ. അതെ. പക്ഷെ സിനിമയെക്കാളും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടെന്ന ഒരാള് ഒരു സിനിമയിൽ എങ്ങനെ ഉണ്ടായി നല്ലല്ലോ. അപ്പോൾ എന്തായാലും ആലോചിക്കാം. നമ്മൾ ഇപ്പം മാം പറഞ്ഞ പോലെ ഒരു ദിവസം പത്രത്തിൽ നമ്മൾ ചിലപ്പോൾ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ കേസുകൾ വായിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ അറിയുകയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ട്രയലിനെ പറ്റി അറിയുകയാണ്. നമ്മൾ അതിൻ്റെ ചിലപ്പോൾ വിശദാംശങ്ങൾ അറിയും, ചിലപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഒരു ഏകദേശ ധാരണ കിട്ടും. അത് കൂടെ പോകുമ്പോൾ തന്നെ നമുക്ക് ഈ കേസ് ഇത്രയും വർഷം എടുത്തിട്ടാണോ, ഈ 8 വർഷം മുമ്പ് നടന്ന കാര്യം ഇപ്പോഴാണോ അതിൻ്റെ ഇത് ട്രയൽ നടക്കണം, അല്ലെങ്കിൽ അങ്ങനെ ഓരോന്നും നമ്മളെല്ലാം കുട്ടിക്കാലം മുതൽ ഇപ്പം ഈ പ്രായമാവുന്ന വരെ ഞാനും ചുറ്റുപാട് കണ്ടിട്ടും വായിച്ചറിഞ്ഞിട്ടും ഒക്കെ അറിയുന്നതാണ്. നമ്മളൊരിക്കലും ആ സമയത്ത് ഈ സിനിമയിൽ അങ്ങനെയാണല്ലോ, നമുക്ക് റിയൽ ആയിട്ട് തന്നെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ സംശയിക്കുന്നത്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് എന്താണ്, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് സൂര്യനെല്ലി കേസും പല ഇവിടെ ഉണ്ടായിട്ടുള്ള ഒരുപാട് കേസുകൾ വന്നിട്ടുള്ളത്. അന്നൊക്കെ അപ്പം അന്ന് എന്നെക്കാളും ചിലപ്പോൾ ഇത്തിരി പ്രായം കൂടിയൊരു ചേച്ചിയായിരിക്കും അത്. പക്ഷേ ഞാൻ സ്കൂളിലാണ്, ആ ചേച്ചിയും സ്കൂളിലായിരുന്നു. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു അന്നും അവർ പിന്നെ അത് കഴിഞ്ഞാൽ എന്താ പറയുക ജീവിതത്തിലുണ്ടായ ഒന്നും അറിയില്ല. അവർക്ക് പിന്നെ ജോലി കിട്ടി, അവർ ജീവിച്ചവർക്ക് കുട്ടികളുണ്ടോ എന്താണ് അങ്ങനെ. ഇപ്പം വീണ്ടും അതിനെ പറ്റിയിട്ട് ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ടായിരുന്നു അടുത്ത്. പക്ഷെ എന്നാലും ഞാൻ പറയുന്നത് അങ്ങനെ അതൊക്കെ ഞാനൊരിക്കലും സിനിമയിലുള്ളതിനേക്കാളും ഇപ്പം ഞാനിങ്ങനെ ഒരു സിറ്റുവേഷനിൽ പെട്ടുപോയി കഴിഞ്ഞാൽ എനിക്ക് സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുമോ, ഇത് ഇത്രയും വർഷം എടുത്ത് അതിന് അതിൻ്റെ ജസ്റ്റിസ് കിട്ടുമോ, അതിൻ്റെ ആളുകളെ പിടിക്കുമോ, അതോ ഇനി വേറൊരാൾക്ക് വരാതിരിക്കാൻ ഞാൻ ഈ നിൽക്കുന്നതുകൊണ്ട് ഉണ്ടാകാൻ പറ്റുമോ, ഇതൊക്കെ നമ്മൾ അല്ലെങ്കിലും ആലോചിക്കുന്നതാണ്. അഭിനയിക്കാൻ പോകുന്നതായിരിക്കും ഒരു പക്ഷേ അതിലേറ്റവും ആ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ നമ്മളതിൻ്റെ ഒരു ഇത് അനുഭവിച്ചാലും അതേസമയം അതിൽ നിന്ന് വിട്ടിരിക്കാനും പറ്റുമല്ലോ. അതുകൊണ്ടാണ് അഭിനയം അല്ലെങ്കിൽ ഒരു കല അല്ലെങ്കിൽ സിനിമ അല്ലെങ്കിൽ നോടുള്ള ഒരു അതിൻ്റെ പ്രോയും അതിന്റെ ഗുണവും അതിന്റെ ദോഷം ആരണ്ട് വാക്കല്ല. ശരിക്കും നമുക്കത് അറിയാനും പറ്റുമെന്ന് അത് ശരിക്കില്ല. ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനെങ്ങനെ പലയിടത്തും ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്, ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജി ആണ് ഫ്യൂച്ചർ.